ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. ഇന്ന് രാവിലെ ബ്രൂ കോഫിയുടെ പൊടി തീർന്നിരിക്കുക കേട്ടോ. ബ്രൂവിൻ്റെ പൊടി തീർന്നിരിക്കുക. അപ്പോൾ അത് കാരണം ഞാൻ ചായ എടുത്തു. കണ്ണൻദേവൻ തേയിലയൊക്കെ ഇട്ടിട്ട് ഒരടിപൊളി ചായ എടുത്തു. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അടുത്ത ഡ്യൂട്ടി നമുക്ക് അപ്പം ഉണ്ടാക്കണം. ഇന്ന് രാവിലത്തേക്ക് ഞാൻ മൈദയുടെ അപ്പവും ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്, അതൊന്ന് റെഡിയാക്കാം. രാവിലത്തെ അടുക്കളപ്പണികളെല്ലാം കഴിഞ്ഞ് ചായക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം പാത്രമായി. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. പിന്നെ ചിക്കൻ ഇന്നലെ മേടിച്ച ചിക്കനാണ് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ ഞാൻ ചിക്കൻ വെക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇനിയിപ്പോൾ ചിക്കൻ മസാല പുരട്ടി എടുക്കണം. അപ്പോൾ ഞാനിത് പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. പാത്രമൊക്കെ കഴുകി നമ്മൾ ക്ലീനാക്കി എടുത്തു. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തുടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ വൻപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് തോരനുണ്ടാക്കാം. പിന്നെ കറി ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മുടെ സിറ്റൗട്ടൊക്കെ അടിച്ചു വാരി ഞാൻ തുടച്ചു. എന്നും ഞാൻ ചെയ്യുന്ന പണികളിൽ ആദ്യം സിറ്റൗട്ട് അടിച്ചു വാരി തുടച്ച് ഫ്രണ്ട് വശമൊക്കെ കഴുകി നീറ്റാക്കി ഇട്ടിട്ട് ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാട്ടോ ഞാനെന്നും. പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നൊരു 2-3 ദിവസമായിട്ട് ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. രാത്രി മാത്രമേ മഴയുള്ളൂ. അപ്പോൾ എന്നും എൻ്റെ ഡ്യൂട്ടികളിൽ ഒന്നാട്ടോ. അടുക്കളപ്പണി കഴിഞ്ഞാൽ അപ്പം തന്നെ സിറ്റൗട്ട് അടിച്ചു വാരി തുടച്ച് കുടിക്കാനുള്ള വെള്ളവും ചോറ് വയ്ക്കാനുള്ള വെള്ളവും ഞാൻ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇന്നലത്തെ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇന്നലത്തെ ചിക്കൻ കറി ആക്കാം. ഇന്നലത്തെ ചിക്കൻ കറി അല്ലായിരുന്നു. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് അപ്പത്തിന് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്ന് ചൂടാക്കിയെടുത്ത് ഞാനൊന്ന് ചായ കുടിക്കട്ടെ. ചായ കുടിച്ചു. ഇനി ചിക്കൻ മസാല പുരട്ടണം. അരി ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്, അരി ഇടാം. അപ്പോൾ നമ്മുടെ സാമ്പാറിനുള്ള സാധനങ്ങൾ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണമൊക്കെ കുറവായിട്ടുള്ള ഒരു ചെറിയ സാമ്പാറാട്ടോ വയ്ക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വൻപയർ തോരൻ വയ്ക്കണം, ചിക്കൻ പൊരിക്കണം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അരിയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട്. നമുക്ക് തിഞ്ഞി റൈസ് കുക്കറിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അരി തിളച്ചത് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നേരം വെളുത്താൽ 10 കൈ വേണം ഗൈസ് വീട്ടുപണിക്ക്. ശരിക്കും പറഞ്ഞാൽ ചാനലും കൂടെ തുടങ്ങിയോടുകൂടി ഒന്നിനും സമയമില്ല. ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാനും കൂടെ സമയമില്ല കേട്ടോ. പിന്നെ ഞാൻ നാളത്തേക്ക് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അരി ഉഴുന്നൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് ഇഡ്ഡലിയാണ് നമുക്കപ്പോൾ. അതവിടെ ഇരിക്കട്ടെ.
കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. എല്ലാവരും ഒക്കെ ഒന്ന് സബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഉച്ചത്തേക്കുള്ള സാമ്പാർ റെഡിയായി, പയർ തോരൻ റെഡിയായി. അപ്പോൾ നമ്മുടെ ചിക്കനും വറുക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ ഉച്ചത്തെ കംപ്ലീറ്റ് പണികളും കഴിഞ്ഞു. കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ കഴുകി ഇവിടെ വെച്ചു. ബാസ്ക്കറ്റ് വെളിയിൽ പാത്രം ഉണങ്ങാൻ വെച്ചേക്കുമല്ലോ, അത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചോറ് വറുക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. റൈസ് കുക്കറിൽ ഇരിക്കുമായിരുന്നു, ചോറും വാർത്തിട്ടു. അപ്പം ഞാൻ വൈകുന്നേരത്തേക്കൊന്നും ഇനി എനിക്ക് പണിയില്ല കേട്ടോ. ഇനി വൈകുന്നേരത്തേക്ക് എനിക്ക് എന്ത് പണിയുള്ളതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് ചൂടാക്കുക, ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ വറക്കുക, അതൊക്കെ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ വൈകുന്നേരത്തെ ഒന്നും ഇടാത്തത്. ഇനി നമുക്കൊന്ന് തുണി എടുക്കാൻ പോകണം. ഇന്ന് നല്ല വെയിലാട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമായിട്ട് നല്ല വെയിലാണ്. തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ തുണിയൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. അവിടെയും കുറച്ച് തുണികൾ കിടക്കുന്നുണ്ട്. ആ തുണികൾ എടുത്തു കഴിഞ്ഞാൽ കസാരയിൽ കുറച്ച് തുണിയും പില്ലോയൊക്കെ ഇരിപ്പുണ്ട്, അത് എടുക്കണം. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഉണങ്ങി വെച്ചാൽ ഒന്ന് കമത്തി വെക്കണം. ഇനിയിപ്പോൾ അതൊക്കെ ഉള്ളൂ. എനിക്കൊന്ന് കുളിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇനി എൻ്റെ ജോലികളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.